അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ മുന്തിരി കൊണ്ടുള്ളൊരു ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ നമുക്ക് കണ്ടു നോക്കാം. സ്റ്റവ് കത്തിച്ച് ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ലേശം ഉലുവ ഇട്ട് കൊടുക്കുക. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ലേശം വേപ്പില ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ ഞാനിവിടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നു. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇവയെല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എല്ലാം ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഞാനിനി ചേർക്കുന്നത് കറുത്ത ഉണക്കമുന്തിരിയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇന്ന് മുന്തിരി വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ്. സാധാരണ ഇഞ്ചിക്കറിയിൽ ആരും മുന്തിരി ചേർക്കാറില്ല. പക്ഷെ ഞാൻ ഇവിടെ മുന്തിരി ചേർത്തിട്ടാണ് ഇന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉണ്ട പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ 2 അച്ച് ശർക്കര ഉരുക്കി വെച്ചിരുന്നു. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടി കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചിക്കറി നന്നായി വറ്റിച്ചെടുക്കുക. നന്നായി വറ്റിച്ചെടുത്താലേ ഇഞ്ചിക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇഞ്ചിക്കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. എല്ലാവരും ഇഞ്ചിക്കറി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.